ഞാനെപ്പോഴും ചിന്തിക്കല്ലേ, ഗ്രീസ് വാലിയിൽ ബഹുമാനപ്പെട്ട ഗ്രീസ് വാലിയില് ആ ബിൽഡിംഗ് വഴിയാണ് ബൈക്ക് 10 രൂപ ഒക്കെ തന്ന ആളുകളുണ്ട്. 10 രൂപ എന്നാല് 10,000 അല്ലെങ്കിൽ 10 ലക്ഷം എന്നല്ല, വെറും 10 രൂപ 100 രൂപ ഒക്കെ തന്നവരുണ്ട്. നമ്മളത് പുച്ഛിക്കലില്ല. എന്തിനു പുച്ഛിക്കണേ? അവര് പോക്കറ്റിൽ അതേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ ചായ, അവിടുത്തെ പരിപാടി, ഭക്ഷണത്തിക്കൊക്കെ 10 രൂപ എന്ന് പലരും ഉണ്ട്. വെറും 10 രൂപ ഉപ്പ് പാക്കറ്റ് ആകണം, അല്ല എന്താ മതി, അവരെ കയ്യിൽ അതേ ഉണ്ടാവുള്ളൂ. നെയ്യത്ത് വലുതാണ്. അപ്പൊ നമ്മളിപ്പോ ബക്കറ്റിലൊക്കെ പൈസ ഇട്ടാണെങ്കിൽ നെയ്യത്ത് നന്നാക്കി പോക്കറ്റിൽ തോന്നുണ്ടെങ്കിൽ ഇടാതിരിക്കാനായിട്ട് പറ്റൂല. അത് നെയ്യത്തിന് തിരുവാണ്, ഉണ്ടായിട്ടിടാതിരിക്കാം. നമ്മൾ സാധാരണ അങ്ങനെ ഉണ്ട്, വലിയ കമ്മിറ്റി അങ്ങനെ എല്ലാവരും കൊടുക്കണ്ട, കൊടുക്കി നമ്മളിങ്ങനെ പ്രസംഗിക്കും. കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കും. നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. ആ പ്രസംഗം പറ്റൂല, ആ പ്രസംഗം പറ്റൂല. അങ്ങനെ ആയാലേ നമ്മൾ വേദന കാശ് വാക്കുണ്ടായിരുന്നില്ല. ഒരു ഹദീസും കൂടി പറഞ്ഞു ആ ഭാഗം നിർത്തുക. സമയം കഴിഞ്ഞു. നല്ല ശ്രദ്ധിച്ചോളി. ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാവ്യക്തിത്വമാണ് ണ്ടോ. നമ്മളെ സുഫത്തിന്റെ അഹ്ലുകാരുടെ ലീഡർ കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു സഖറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പിന്നെന്താവും, എപ്പോഴും പൂച്ചന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നപ്പോ യാ അബൂ ഹുറൈറ എന്ന് വിളിച്ചതാണ്. അങ്ങനെയാണ് ആ പേരിട്ടിയത് ണ്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് പിന്നെ ചരിത്രം അറിയപ്പെടുന്നത്. അപ്പൊ പലർക്കും അവരുടെ പേരറിയില്ല ണ്ടോ. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ശരീരാകാരത്തിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. വലാ ഇലാ സുവറിക്കും, നിങ്ങളെ രൂപങ്ങളിലേക്കും നോക്കുന്നില്ല. നിങ്ങളെങ്ങനെ ചൊങ്കനാണോ ചൊടിയനാണോ ഇതൊന്നും പടച്ചോന്റെ അടുത്ത് വലിയ പ്രാധാന്യമില്ല. ഇതൊന്നും വേണ്ടാന്നൊന്നും അർത്ഥമല്ലേ. അങ്ങനെ പറയും ചെയ്യരുത് കേട്ടോ. വലാക്കിയും അത് തിരുത്താനാണ് പറഞ്ഞത്. നിങ്ങളെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നാണ്, അതാണ് നോക്കുന്നത്. അപ്പോ നിഷ്കളങ്കമായ ഒരവസ്ഥ നമ്മളെ കൽബിന്റെ ഉള്ളില് ഉണ്ടായിരിക്കണം. നല്ല വസ്ത്രം ധരിക്കുക, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ആ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് സ്വഭാവം മോശമായിട്ട് അങ്ങനെ ആവാൻ പറ്റില്ല. ഉറക്കെ വളരെ ഉഷാറ, നല്ല ആകാര ഭംഗിയുണ്ട്, നല്ല തലപ്പാവ്, നല്ല ഉള്ളു വളരെ മോശമാണ്. എന്തിനു നന്നു? അള്ളാഹു നോക്കുന്ന ഹൃദയമാണ്. ഇനിയിപ്പോ പറിച്ചോ അങ്ങോട്ടിലൊക്കുന്ന തുണിയൊന്നും എടുക്കണ്ട, അത് പറ്റൂല. മനസ്സിലായില്ല? അപ്പൊ എന്തെങ്കിലുമൊക്കെ നിട്ടാ പോലെ കഷ്ണം റോഡ് കൂടി ഇങ്ങനെ അടക്കുക, അവിടെ തറച്ചിക്കണില്ലേ, അത് പറയാനും പാടില്ല. അതൊന്നല്ല, അതൊക്കെ ജമാലിയത്തൊക്കെ വേണം. അതൊക്കെ ഇതിന്റെ ജമാലിയത്ത് കമാലിയത്തിന്റെ ഭാഗമാണ്. അതൊക്കെ വേണം. നല്ല ഭംഗിയിൽ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡ്രസ് കോഡ് ഉണ്ടാവും. അതൊക്കെ എന്തായിരിക്കണം, പരമാവധി അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അത് അഭിമാനം. അതിനെ കുറിച്ചല്ല പറയുന്നത്. അതിങ്ങനെ എന്ത് ചെയ്യാം, കുറച്ച് പൗറും പത്രാസൊക്കെ ഇട്ടിട്ട് അഹങ്കരിച്ച് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഓൻ അഹങ്കാരിയായിട്ടാണ് രേഖപ്പെടുത്തുക. കാരണം അവന്റെ ഉള്ളു മോശമാണ്, അത് പറ്റില്ല. അപ്പൊ നമ്മളെ നിയ്യത്ത് വളരെ നന്നാക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയാവാനേ നമുക്ക് കഴിയണം. നമ്മളെ കർമ്മങ്ങളൊക്കെ കബൂലാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടി പറഞ്ഞിട്ട് നിർത്താം.